Welcome all. Now we are going to see about spanned and unspanned organization. So physical organization എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫിസിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫൈനലി നമ്മളുടെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ഡിസ്ക് ബ്ലോക്കിലാണ്, സെക്കൻഡറി മെമ്മറിയിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഈ സെക്കൻഡറി മെമ്മറി ഓർ ഡിസ്കിൽ ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ ബ്ലോക്കായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക് വിൽ ബി ഡിവൈഡ് ഇൻ ടു ഡിഫറെൻറ്റ് ബ്ലോക്സ്. ഇനി ഓരോ ബ്ലോക്കിലുമാണ് നമ്മൾ റെക്കോർഡ്സ് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് റെക്കോർഡ് ക്യാൻ ബി പ്ലേസ് ചെയ്യുക, സെക്കൻഡ് റെക്കോർഡിൽ ക്യാൻ ബി പ്ലേസ് ചെയ്യുക. ഇങ്ങനെയാണ് നമുക്ക് റെക്കോർഡ്സ്, ഇത് ഈ നമ്മളുടെ ഫയൽ എന്ന് പറയുന്ന റെക്കോർഡ്സ് ആണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ഡാറ്റ ട്രാൻസ്ഫർ യൂണിറ്റ് എന്ന് പറയുന്നത് ഇവിടെ ബ്ലോക്കാണ്, അതായത് ബ്ലോക്കായിട്ടാണ് നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഒരു ബ്ലോക്കിൽ തന്നെ മോർ ദാൻ വൺ റെക്കോർഡ് പോസിബിൾ ആയിരിക്കും. അതായത് ഇപ്പോൾ നമ്മളുടെ ബ്ലോക്കിൻ്റെ സൈസ്, ബ്ലോക്ക് സൈസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ റെക്കോർഡ് സൈസ് ആണെങ്കിൽ, റെക്കോർഡ് സൈസിനേക്കാളും വലുതാണെങ്കിൽ ഒരു ബ്ലോക്കിൽ മോർ ദാൻ വൺ റെക്കോർഡ് പ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 10 ബൈറ്റ് ആണ് ബ്ലോക്ക് സൈസ് എന്ന് വിചാരിക്കുക, റെക്കോർഡിൻ്റെ സൈസ് 3 ബൈറ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇതൊരു ബ്ലോക്കിൽ നമുക്ക് 3 ബൈറ്റ് 3 ബൈറ്റ് 3 ബൈറ്റ്, അപ്പോൾ ടോട്ടൽ 9 ബൈറ്റായി. ഓക്കെ, ഇനി ബാലൻസ് നമുക്ക് ഇവിടെ ഒരു 1 ബൈറ്റ് മെമ്മറി ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കേസിൽ എയ്തർ നമുക്ക് എന്ത് ചെയ്യാം, ഈ 3 ബൈറ്റിൽ ഫസ്റ്റ് 1 ബൈറ്റ് ഇവിടെ വെച്ചതിന് ശേഷം സെക്കൻഡ് ബ്ലോക്ക് എടുക്കാം, അതിൽ ബാലൻസ് 2 ബൈറ്റ് വയ്ക്കാം. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ബ്ലോക്കിൽ ഈ വെച്ചിരിക്കുന്നതിൻ്റെ ബാലൻസ് ആയിട്ട് നെക്സ്റ്റ് ബ്ലോക്കിലുണ്ട് എന്നുള്ളൊരു പോയിന്റർ നമുക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ നെക്സ്റ്റ് 3 ബൈറ്റ് വയ്ക്കുക, ഇങ്ങനെ നമുക്ക് പ്ലേസ് ചെയ്യാം. അതായത് നമ്മളുടെ റെക്കോർഡിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് ഡിഫറെൻറ്റ് ബ്ലോക്സിലായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്തു. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഓർഗനൈസേഷനെയാണ് നമ്മൾ പറയുന്നത് സ്പാൻഡ് ഓർഗനൈസേഷൻ. ഇനി അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഒരു ബ്ലോക്കിൽ വെക്കാൻ പറ്റുന്നത്, അതായത് ഡിവൈഡ് ചെയ്യാണ്ട് എത്ര നമുക്ക് വെക്കാം. ഇപ്പോൾ 3 ബൈറ്റ് ആണെങ്കിൽ ഇവിടെ 3 ബൈറ്റ് വെച്ചു, നെക്സ്റ്റ് 3 ബൈറ്റ് ഇവിടെ പ്ലേസ് ചെയ്തു, നെക്സ്റ്റ് 3 ബൈറ്റ് പ്ലേസ് ചെയ്തു. ഇനി നെക്സ്റ്റ് വരുന്നത് ഇവിടെ 1 ബൈറ്റ് നമ്മൾ അൺയൂസ്ഡ് ആയിട്ട് ഇടുക, ദെൻ നെക്സ്റ്റ് ബ്ലോക്ക് എടുക്കുക, 3 ബൈറ്റ് പ്ലേസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ അതിനെ എന്ത് ചെയ്തില്ല, ഡിവൈഡ് ചെയ്തില്ല, അപ്പോൾ സ്പാൻ ചെയ്തില്ല, മീൻസ് റെക്കോർഡ്സിനെ. അപ്പോൾ ഇവിടെ പറയുന്ന പേരാണ് അൺസ്പാൻഡ് ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കി നമ്മുടെ റെക്കോർഡ് സൈസ് എന്ന് പറയുന്നത് ബ്ലോക്ക് സൈസിനേക്കാളും ചെറുതാണെങ്കിൽ മോർ ദാൻ 1 റെക്കോർഡ് പ്ലേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ റെക്കോർഡ് പ്ലേസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ഒരു ബ്ലോക്കിൽ വെക്കുക, ബാക്കിയുള്ളത് നെക്സ്റ്റ് ബ്ലോക്കിലേക്ക് സ്പാൻ ചെയ്ത് കൊടുക്കുക. അതിനെയാണ് സ്പാൻഡ് ഓർഗനൈസേഷൻ എന്ന് പറയുക. അൺസ്പാൻഡ് ആണെങ്കിൽ അങ്ങനെ റെക്കോർഡ്സ് വെക്കുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആക്കി വെക്കുക, അല്ലെങ്കിൽ വി ക്യാൻ ടേക്ക് ദി നെക്സ്റ്റ് ബ്ലോക്ക് ആൻഡ് പ്ലേസ്. ഇതാണ് അൺസ്പാൻഡ് ആൻഡ് അൺസ്പാൻഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ് ബ്ലോക്കിംഗ് ഫാക്ടർ ഓഫ് എ ഫയൽ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരു ബ്ലോക്കിൽ നമ്മൾ പറഞ്ഞു ഇവിടെ ഫസ്റ്റ് ബൈറ്റ് ഇവിടെ വയ്ക്കുക, ഫസ്റ്റ് റെക്കോർഡ് തേർഡ് റെക്കോർഡ് ഇങ്ങനെ വെക്കാമെന്ന്. ഇങ്ങനെ എത്ര റെക്കോർഡ്സ് ഒരു ബ്ലോക്കിൽ പ്ലേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ബ്ലോക്കിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. അതായത് നമ്പർ ഓഫ് റെക്കോർഡ്സ് ക്യാൻ ബി പ്ലേസ്ഡ് ഇൻ എ സിംഗിൾ ബ്ലോക്ക്. ഇറ്റ് ഈസ് കോൾഡ് ബ്ലോക്കിംഗ് ഫാക്ടർ. ഇറ്റ് ഈസ് യൂഷ്വലി റെപ്രസെൻറ്റഡ് ആസ് BFR. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, നമുക്കറിയാം നമുക്ക് 10 ബൈറ്റ് ബ്ലോക്ക് ആയിരുന്നു, 3 ബൈറ്റ് റെക്കോർഡ് സൈസ് ആണെങ്കിൽ നമുക്ക് എത്ര റെക്കോർഡ് പ്ലേസ് ചെയ്യാന്നാണ് കണ്ടത്. അൺസ്പാൻഡ് ഓർഗനൈസേഷൻ ആണെങ്കിൽ 10/3 ചെയ്തു, വി ഗോട്ട് ഇറ്റ് ആസ് 3. ഓക്കെ, അപ്പോൾ നമുക്ക് 3 റെക്കോർഡ്സ് പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് അൺസ്പാൻഡ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്തത്, ഇവിടെ നമ്മൾ അതിൻ്റെ ഫ്ലോർ ഫംഗ്ഷൻ എടുത്തു. 10/3 ഇറ്റ്സ് അറൌണ്ട് 3.33 ആണ് ഫ്ലോർ ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ വിൽ ഗെറ്റ് 3. ഇനി സ്പാൻഡ് ഓർഗനൈസേഷൻ ആണെങ്കിൽ എങ്ങനെയാണ്, നമുക്ക് 10/3 എന്ന് പറയുമ്പോൾ 3 കിട്ടും. അപ്പോൾ നമ്മൾ ആ എത്രയാണോ ബാലൻസ് വരിക അതും കൂടി അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഒരു ബ്ലോക്കിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുക. ദാറ്റ് മീൻസ് നമ്പർ ഓഫ് റെക്കോർഡ്സ് ദാറ്റ് ക്യാൻ ബി പ്ലേസ്ഡ് ഇൻ എ സിംഗിൾ ബ്ലോക്ക്. ഇനി that is explained over here. That is variable length record in a using spanned organization. Each block may store different number of records. In this case, blocking factor represents the average number of records per block for the file. അതായത് ഇപ്പോൾ നമുക്കൊരു ഫിക്സഡ് സൈസ് ബ്ലോക്ക് ആണെങ്കിൽ 3 ബൈറ്റ് ഈച്ച് ആണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ കണ്ടുപിടിക്കാം അല്ലേ, 3 ബൈറ്റ് എന്ന് പറഞ്ഞിട്ട് ബ്ലോക്കിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാൻ പറ്റും. നമ്പർ ഓഫ് ബ്ലോക്ക് സൈസ് ഡിവൈഡഡ് ബൈ റെക്കോർഡ് സൈസ് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷേ ഇനി ചില കേസിൽ ഈ 3 ബൈറ്റ് എന്നുള്ളത് വേരിയബിൾ ലെങ്ത് ആയിരിക്കും. ഇത് ഫസ്റ്റ് റെക്കോർഡ് 4 ബൈറ്റ് ആയിരിക്കും, സെക്കൻഡ് റെക്കോർഡ് 3 ബൈറ്റ് ആയിരിക്കും. ഇങ്ങനത്തെ കേസിൽ ബ്ലോക്കിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ആവറേജ് നമ്പറാണ്. അതായത് ഓൺ ആൻ ആവറേജ് ഹൗ മെനി റെക്കോർഡ്സ് ക്യാൻ ബി പ്ലേസ്ഡ് പെർ ബ്ലോക്ക്. അതാണ് നമ്മൾ വേരിയബിൾ ലെങ്ത്തിലാണെങ്കിൽ ബ്ലോക്കിംഗ് ഫാക്ടർ പറയുന്നത് അതിൻ്റെ ആവറേജ് ആണ്. ഇനി ഇപ്പം നമുക്ക് കിട്ടി ഒരു ബ്ലോക്കിൽ എത്ര റെക്കോർഡ്സ് പ്ലേസ് ചെയ്യാമെന്ന്. ഇനി നെക്സ്റ്റ് പറയുന്നത്, ഇപ്പം നമ്മൾക്ക് മൊത്തം ഒരു 1000 റെക്കോർഡ്സ് ഉണ്ടെന്ന് വെക്കാം. 1000 റെക്കോർഡ്സ് ഉണ്ട്. ഒരു ബ്ലോക്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 3 റെക്കോർഡ്സിനെ പ്ലേസ് ചെയ്യാം അല്ലേ. അങ്ങനെയാണെങ്കിൽ 1000 റെക്കോർഡ്സിനെ
പ്ലേസ് ചെയ്യാനായിട്ട് ഹൗ മെനി ബ്ലോക്സ് ആർ റിക്വയർഡ്? എത്ര ബ്ലോക്ക് വേണ്ടി വരും? അതായത് ഒരു ബ്ലോക്കിൽ 3 റെക്കോർഡ്സ്, 1000 റെക്കോർഡ്സ് വെക്കാൻ 3 റെക്കോർഡ്സ് ക്യാൻ ബി പ്ലേസ്ഡ് ഇൻ 1 ബ്ലോക്ക്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1000 റെക്കോർഡ്സ് ക്യാൻ ബി പ്ലേസ്ഡ് ഇൻ ഹൗ മെനി ബ്ലോക്സ്? അപ്പോൾ എന്ത് ചെയ്യാം? 1000 ബ്ലോക്ക് റെക്കോർഡ്സ് ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ദിസ് ഇസ് ദി വേ വി വിൽ ഗെറ്റ് ലൈക്ക് 333 പോയിന്റ് സംതിങ്. ദറ്റ് മീൻസ് ഇവിടെ 333.3 എന്ന് വരുമ്പോൾ നമ്മൾ എന്താണ് എടുക്കുക? ഫ്ലോർ അല്ല എടുക്കുക. കാരണം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല 333.3 ബ്ലോക്ക് വേണമെന്ന്, ഇല്ലേ? ഇപ്പം നമ്പർ ഓഫ് ബ്ലോക്ക് പറയുമ്പോൾ എപ്പോഴും സീലിംഗ് ഫംഗ്ഷൻ എടുക്കണം. അതായത് വി ക്യാൻ സേ ദാറ്റ് 334 ബ്ലോക്സ് ആർ റിക്വയർഡ്. അപ്പോൾ ബ്ലോക്കിംഗ് നമ്പർ ഓഫ് ബ്ലോക്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്? ടോട്ടൽ നമ്പർ ഓഫ് റെക്കോർഡ്സ് ഡിവൈഡഡ് ബൈ BFR. BFR ഇസ് ദി ബ്ലോക്കിംഗ് ഫാക്ടർ. ഓക്കെ, ഇതാണ് നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ബ്ലോക്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇപ്പോൾ തന്നിരിക്കുന്നത് നമ്പർ ഓഫ് റെക്കോർഡ്സ് തന്നിരിക്കുന്നത് 100,000, 10,000, 1 lakh. 1 lakh records are there. Record size 100 byte, block size 512 byte. അപ്പോൾ അൺസ്പാൻഡ് ഓർഗനൈസേഷൻ ആണെങ്കിൽ നമുക്കറിയാം ബ്ലോക്കിംഗ് ഫാക്ടർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബ്ലോക്ക് സൈസ് വിൽ ബി 512 bytes. Then, blocking factor we need to calculate. For that, block size is 512 and record size is 100 byte. So, blocking factor BFR can be calculated as 512 by 100. It will be around 5, right? It will be around 5. That means when we take floor, it will be 5. ഇനി എന്താണ്? നമ്പർ ഓഫ് റെക്കോർഡ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ബ്ലോക്സ് റിക്വയർഡ് എത്രയാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്പർ ഓഫ് ബ്ലോക്സ് റിക്വയർഡ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് 1 lakh divided by 5. Okay, so 5, 2, 0, 0, 0, 0. So 20,000 blocks are required to store this 1 lakh records. സെയിം തന്നെ സ്പാൻഡ് ഓർഗനൈസേഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ, സ്പാൻഡ് ഓർഗനൈസേഷൻ ആണെങ്കിൽ എങ്ങനെയാണ്? സെയിം BFR കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ ഇക്വേഷനൊന്നും പ്രശ്നമില്ല. 512/100 തന്നെയാണ്. പക്ഷെ നമ്മൾ ഫ്ലോർ ഫംഗ്ഷൻ എടുക്കില്ല. എന്താണോ കിട്ടിയത് ആ വാല്യൂ. അപ്പോൾ 5.12 നമ്മൾ എടുക്കും. ഇനി അവിടെ നമ്പർ ഓഫ് ബ്ലോക്സ് റിക്വയർഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? സെയിം ആസ് നമ്പർ ഓഫ് ബ്ലോക്സ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് 1 lakh divided by this 5.12. So whatever be the answer, that will be the number of blocks required to calculate the or number of blocks required to store this data. Okay, next ഒരു എക്സാമ്പിളും കൂടി നോക്കാം. How many disk blocks are required to store 2000 records, each of size 100 byte and block size is 512 byte. So block size തന്നിട്ടുണ്ട് 512 byte. Record size തന്നിട്ടുണ്ട് 100 byte. Then നമുക്ക് BFR we can calculate. It is spanned organization. So 512 by 100 ആണ്. We'll get like 5.12. Then number of blocks required. We can calculate it as 2000 records are there. We divided by the blocking factor. So whatever be the value, that will be the answer for this particular disk block. And when we calculate unspanned organization ആകുമ്പോൾ എങ്ങനെയാണ്? Again BFR will be same, but BFR will be taken as 512 by 100, that is floor function, which is equal to 5. So number of blocks required will be 2000 divided by 5. So it will be around 400. So 400 blocks are required, but when we do spanned organization, that will be less than 400. So you can use the calculator to do the calculations. Then we'll see more problems in the next video. Okay, thank you all.